ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ ഗ്രീൻ പീസ് ആണ്. ഞാനും കഴിച്ചിട്ടുണ്ട്, നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും. കോഴിക്കോട് വന്നാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഇത്. ആവശ്യമായ സാധനങ്ങൾ: എഗ്ഗ്, ഗ്രീൻ പീസ് വേവിച്ചത്, ഉള്ളി, തക്കാളി, പച്ചമുളക്, ചപ്പ് പുതിന, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം പാൻ ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി കൊത്തി അരിഞ്ഞ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ഉള്ളി, മീഡിയം സൈസ് ആണെങ്കിൽ 2 ഉള്ളി മതിയാവും. ഉള്ളിയുടെ കൂടത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കാം. ഉള്ളി നല്ലോണം കുക്കായതിനു ശേഷം മാത്രം ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഉള്ളി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, കുറച്ച് ചപ്പ് പുതിന, മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. സിമ്മറിലിട്ടിട്ടാണ് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നന്നായി കുക്കായതിനു ശേഷം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് വേവിച്ച് എടുത്തതാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം.
നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.